സജി തേരുള്ളി സാറുമായിട്ട് എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം വയനാട് വന്നിരിക്കുന്നു. ഓക്കെ, എന്നൂര് ആ നമ്മ ഊര് ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ് വയനാട്. വെൽക്കം ടു പൺസ് റെക്കോർഡ്സ്. അങ്ങനെ നമ്മൾ വയനാട്ടിലുള്ള ഗോത്ര പൈതൃക ഗ്രാമം എന്നൂരിലെത്തിയിരിക്കുകയാണ്. എന്നോടൊപ്പം ഉള്ളത് സജി തേരുള്ളി സാറാണ്. നമുക്ക് സജി തേരുള്ളി സാറിനെ അറിയാമല്ലോ, ഫേമസ് റെസിപ്പി വീഡിയോ മേക്കറായിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. അത്രയും 5 ലക്ഷത്തിൽ പരം ഫോളോവേഴ്സൊക്കെ ഉള്ള സജി തേരുള്ളി സാറുമൊത്തുമാണ് നമ്മൾ ഈ എന്നൂർ സന്ദർശിക്കാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ കുറച്ച് നല്ല ലെങ്ത് ഉണ്ടാകും, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഗ്രാമം മുഴുവൻ നടന്ന് കാണാനൊക്കെ ഉള്ളൂ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. ഗൈഡൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഗൈഡൊന്നും വിട്ടു തന്നില്ലെന്ന് തോന്നുന്നല്ലേ. നമുക്ക് എന്തായാലും കയറാം. ഇതിപ്പോൾ എങ്ങോട്ടാണ് ഫസ്റ്റ് എൻട്രൻസ് പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമ്മൾ എന്നൂരിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെ സജി സാറിനൊപ്പം, സജി തേരുള്ളിക്കൊപ്പം നമ്മൾ ഇന്ന് വയനാടിലെ എന്നൂര് ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ് സന്ദർശിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. കാരണം നമ്മളെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ സജി തേരുള്ളി. ഈ വയനാട്ടിലെ നമ്മൾ ഈ ഹെറിറ്റേജ് വില്ലേജിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് സാറ് കാണാൻ പോകുന്നേ ഉള്ളൂ? കാലത്താണ് ഇവിടെ വന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ വന്ന് കുറെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാം എന്താണ്. പോയി നോക്കാം. കണ്ടിട്ട് ഇങ്ങനെ ഒരു നെറേറ്റ് ചെയ്ത ഒരു ഗ്രാമം പോലെ തോന്നുന്നുണ്ട്. അതായത് ഉണ്ടാക്കിയത് ഉള്ളതല്ല, ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ഒരു ഹെറിറ്റേജ് വില്ലേജ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് അല്ലേ? പഴയ ഒരു ഗ്രാമത്തെ സൃഷ്ടിച്ചെടുത്തതാ. അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും നല്ല അസല് വ്യൂ ആണ് കേട്ടോ. നല്ലൊരു ഹൈറ്റിലേക്ക് നമ്മൾ കയറി പോവുകയാണ്. ഒരുപാട് പേര് വരുന്നുണ്ട്. നല്ല വെയിലുണ്ട്. ചൂടില്ല അല്ലേ? നല്ല വെയിലുണ്ട്. നല്ല കൊക്ക പോലെയുള്ള ഒരു പ്രദേശമാണ്. താഴെ നല്ല അഗാധമായ കൊക്ക. ഇവിടത്തേക്കുള്ള എൻട്രൻസ് ഫീസ് വന്നിട്ട് അഡൾട്ടിന് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ്. താഴെയിൽ നിന്ന് ജീപ്പിലേക്ക് ട്രക്കിൽ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 30 രൂപ കൊടുക്കണം. അങ്ങനെ ടോട്ടൽ 80 രൂപ. കയറി വന്ന വഴിക്ക് ഒരു ഓഫീസിൻ്റെ ബോർഡ് കൊണ്ടു. പലകയിൽ കുത്തിവെച്ചേക്കുന്ന പോലെയാണ്, പക്ഷേ കോൺക്രീറ്റ് ആണ് കേട്ടോ. ശുചിമുറി, കുടിവെള്ളം, ഓഫീസ് റൂം. ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഉള്ളതെന്നുള്ളതിൻ്റെ ഒരു ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ്, ഇന്റർപ്രിട്ടേഷൻ സെന്റർ, എക്സിബിഷൻ ഹാള്, വെയർ ഹൗസ്, ട്രൈബൽ മാർക്കറ്റ്, ഓപ്പൺ എയർ തിയേറ്റർ, ട്രൈബൽ എംപോറിയം, ട്രൈബൽ കഫറ്റേരിയ, ചിൽഡ്രൻസ് പാർക്ക്, കംഫർട്ട് സ്റ്റേഷൻ, ഫെസിലിറ്റേഷൻ സെന്റർ, ഓഫീസ്. ഇത്രയും ഫെസിലിറ്റീസാണ് ഉള്ളതെന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. നമുക്ക് എന്തായാലും മുകളിലേക്ക് പോയി നോക്കാം. എന്നൂര് ഹെറിറ്റേജ് വില്ലേജിലേക്ക് കയറി പോകുമ്പോൾ ഉള്ള ഹൈറ്റിലേക്ക് നമ്മൾ കയറി പോകണം. മുകളിൽ നിന്നുകൊണ്ട് താഴേക്ക് കാണുന്ന കാഴ്ചകളാണിത് കേട്ടോ. നല്ല മലയാണ്. വിസിറ്റേഴ്സിനായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉള്ള ഒരു പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു ബോർഡുണ്ട്. സന്ദർശകർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ. എല്ലായിടത്തും കാണുന്ന പോലെ നമ്മൾ പാലിക്കേണ്ട ഡു ആൻഡ് ഡോൺസ് ആണ്. പ്രവേശനമാസം നിർബന്ധമായി എടുത്തെങ്കിലേ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. പ്ലാസ്റ്റിക് വസ്തുക്കൾ ഇവിടെ ഉപേക്ഷിക്കാതിരിക്കുക. പൂക്കൾ സ്പർശിക്കാനോ പറിക്കാനോ പാടില്ല. ലഹരി വസ്തുക്കൾ എല്ലായിടത്തെയും പോലെ ഇവിടെ അനുവദിക്കില്ല. സ്ഥാപനത്തിനായിട്ട് വേണ്ട വസ്തുക്കൾക്ക് കേടുപാടുകൾ വരുത്താതിരിക്കില്ല. ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോർഡാണ്. ഒരുപാട് പേര് കയറി വരുന്നുണ്ട്. നല്ല സമയമാണെങ്കിൽ കൂടി ചൂടില്ല കേട്ടോ. നല്ലൊരു തണുത്ത കാറ്റടിക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചെറിയ ഹട്ടുകളുണ്ട്. ഓല മേഞ്ഞിട്ടുള്ള ചെറിയ ഹട്ടുകൾ. ചെറുതായിട്ട് ഉപ്പിലിട്ടതും ഒക്കെ ആയിട്ടുള്ള നെല്ലിക്ക, മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലം. നല്ല ചെറിയ ഡ്രിങ്ക്സുകൾ, ക്ഷീണിച്ച് വരുന്നവർക്ക് ഡ്രിങ്ക്സ് കുടിക്കാനുള്ളൊരു ഹട്ട്. അതേപോലെ കരിക്കും വെള്ളം. ആൾക്കാർ ഒരുപാട് പേര് കയറി വരുന്നുണ്ട് കേട്ടോ. മുകളിലേക്ക് ഒരുപാട് പേര് കയറി വരുന്നുണ്ട്. കയറി വരുമ്പോൾ ബാംബു സർബത്തിൻ്റെ ഒരു ഹട്ട് കാണാം. വെള്ളങ്ങൾ കുടിക്കാനായിട്ട് കരിമ്പിൻ ജ്യൂസിൻ്റെ ഒരു ഹട്ട്. ഇവിടെ ആൾക്കാർ പഴയ സ്റ്റൈലുള്ള മുള ബെഞ്ചുകളിൽ ഇരുന്നു കൊണ്ട് കരിമ്പിൻ ജ്യൂസുകൾ കുടിക്കുന്നത്. നമ്മൾ ഈ എന്നൂരിലേക്ക് എത്തിയത് കോഴിക്കോട് കാപ്പാട് വഴികൾ തുഷാരഗിരി അടിവാരം റൂട്ടിലൂടെയാണ്. അതിൽ തിരുവമ്പാടി റോഡ്, ഓമശ്ശേരി റോഡ് വഴി കടന്ന് നമുക്ക് ഈ അടിവാരം വഴി നമുക്ക് ഈ എന്നൂരിലേക്ക് എത്താം. അവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടറാണ്. അവിടുന്ന് ടിക്കറ്റ് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് വരാനായിട്ട്. അപ്പോൾ ഓരോ സ്ലോട്ടുകളായിട്ട് തിരിച്ചാണ് നമുക്ക് ടിക്കറ്റ് തരിക. അവിടെ നമുക്ക് ജീപ്പിൽ 1.9 കിലോമീറ്റർ, അതായത് 2 കിലോമീറ്ററോളം ഉണ്ട് മുകളിലേക്ക് എത്താനായിട്ട്. പ്രൈവറ്റ് വാഹനങ്ങൾ മുകളിലേക്ക് കടത്തിവിടില്ല.
2 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇതിലേക്ക് നമുക്ക് കാൽനടയായിട്ടോ അല്ലെങ്കിൽ ഇവിടെ അനുവദിച്ചിരിക്കുന്ന ജീപ്പുകളിലോ നമുക്ക് മുകളിലേക്ക് വരാവുന്നതാണ്. ആ ജീപ്പിൻ്റെ ചാർജാണ് 30 രൂപ അവർ ടിക്കറ്റിൻ്റെ കൂടെ വാങ്ങുന്നത്. പുരാതന ഗോത്ര ജനതയുടെ സമഗ്രമായ ജീവിത പുരോഗതി ലക്ഷ്യമിടുന്ന വിധത്തിൽ മാതൃകാപരമായാണ് കേരളത്തിലെ ഗോത്ര പാരമ്പര്യ വൈവിധ്യങ്ങളെ എന്നൂര് പൈതൃക ഗ്രാമം കോർത്തിണക്ക തരത്തിലാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതുവഴി ഗോത്ര ജനതയ്ക്ക് സ്ഥിര വരുമാനവും വർധനവിനും ജീവിതാഭിവൃദ്ധിക്കും അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സർക്കാർ ഇതിവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഗോത്ര പാരമ്പര്യത്തിൻ്റെ ഉള്ളറകളിലേക്കാണ് കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമത്തിൻ്റെ വാതിൽ തുറക്കുന്നത്. വയനാടിൻ്റെ ചുരം കയറി ലക്കിടിയിൽ നിന്നും വെളിപ്പാടകലെയാണ് സുഗന്ധഗിരിക്കുന്നിൽ സഞ്ചാരികൾക്കായി ഈ പൈതൃക ഗ്രാമം അണിഞ്ഞൊരുങ്ങി. കേരളത്തിൽ ഉള്ള ഗോത്ര ജനതയുടെ പൈതൃക സംസ്കാരവും സംരക്ഷിക്കുകയും പാരമ്പര്യവും വിജ്ഞാനീയത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു ഉത്തമ ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ എന്നൂര് എന്ന ഈ പദ്ധതി ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തമായതും സ്ഥിരതയുള്ളതും വരുമാനദായകവുമായ ഒരു സംരംഭമാണ് എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം എന്നൊക്കെ നമുക്കിവിടെ സന്ദർശിക്കുമ്പോൾ മനസ്സിലാവും. ഗോത്ര ജനതയുടെ വൈവിധ്യങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്ന ഒരു ലക്ഷ്യം പുതുതലമുറയ്ക്ക് ഈ നാടിൻ്റെ വൈവിധ്യങ്ങളെ പരിചയപ്പെടുത്തുക കൂടിയാണ് ഈ ഒരു വൈവിധ്യമേള. ഗോത്ര ജനതയുടെ സമഗ്രമായ ജീവിത പുരോഗതി ലക്ഷ്യമിടുന്നതോടൊപ്പം തന്നെ മാതൃകാപരമായി കേരളത്തിലെ ഗോത്ര പാരമ്പര്യ വൈവിധ്യങ്ങളെ എന്നൂര് പൈതൃക ഗ്രാമം കോർത്തിണക്കിയാണ് ഇതിവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴി ഗോത്ര ജനതയ്ക്ക് സ്ഥിരമായൊരു വരുമാന വർധനവിനും ജീവിത അഭിവൃദ്ധിക്കും അവസരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഇത് ചെയ്തിരിക്കുന്നത്. 25 ഏക്കറിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. നാടൻ വിഭവങ്ങൾ, വയനാടിൻ്റെ തനത് വിഭവങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകും. തേൻ നെല്ലിക്ക എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്നൊന്ന് പറയാമോ? പിന്നെ റാഗിപ്പൊടി, പിന്നെ അരിയുണ്ട്, വെളിയനരി, പിന്നെ മുളയരി ഉണ്ട്, പിന്നെ തേനെല്ലിക്ക, കറുവപ്പട്ട, ഗ്രാമ്പു, കുരുമുളക്, അങ്ങനെയുള്ള ഇതെല്ലാം നമ്മൾ ഈ ഊരിൽ നിന്ന് അല്ലേ ശേഖരിക്കുന്നത് തന്നെയാണല്ലേ അവരിൽ നിന്ന്. പിന്നെ ഇവരെ സ്വന്തം ഉൽപ്പന്നങ്ങൾ കൂടിയാണ്. ബാലൻ MA ചുരളി ഇല്ലേ? മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡ് നേടിയ കക്ഷിയാണല്ലേ. നാഷണൽ ട്രൈബൽ ക്രാഫ്റ്റ് മേള 2022 ഇതിൽ ജാതിക്ക, ജാതിപത്രി അങ്ങനെയുള്ള ഈ നാടിൻ്റെ തന്നെ വയനാടിൻ്റെ തന്നെ ഒറിജിനൽ ഉണ്ട് അല്ലേ? എങ്ങനെയാണ് ജാതിപത്രിയൊക്കെ വില വരുന്നത്? ജാതിപത്രി 50 ഗ്രാം 30 രൂപ. 50 ഗ്രാം 30 രൂപ. പിന്നെ എന്താണ് ജാതിക്ക ഉണ്ടല്ലേ? 20 ഗ്രാം 40 രൂപ. ഏലക്കൊക്കെ എങ്ങനെ വരുന്നത്? ഏലക്ക 50 ഗ്രാമിന് 100. ഇത് ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണോ ഈ ഏലക്ക? ആണോ? പിന്നെ കുരുമുളകില്ലേ? കുരുമുളക്, ഗ്രാമ്പു ഇതൊക്കെ അല്ലേ? കുരുമുളകിന് 100 ഗ്രാമിന് 80 രൂപ. ഫസ്റ്റ് ക്വാളിറ്റി. ഈ കാണുന്നത് എന്താണത്? ഇത് കാപ്പിക്കുരുവാണ്. ഇതിന്റെ സ്കിൻ ഓപ്പൺ ചെയ്താണ് ഇത്. പിന്നെ ഇത് റോസ്റ്റ് ചെയ്യും. പിന്നെ ഇത് കാപ്പിപ്പൊടിയാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പ്രോസസ്സിംഗ് അല്ലേ? ആദ്യം കാപ്പിക്കുരു ഇങ്ങനെ ഉണ്ടാവുക അല്ലേ? അതിങ്ങനെ ഉണ്ടാവും. ഇത് ഉണങ്ങി വരുമ്പോ തൊലി കളഞ്ഞു വരുമ്പോ ഇത് ഈ രൂപത്തിൽ വരും. പിന്നെ അത് റോസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ഇത് അതിന്റെ ഫൈനൽ പ്രോഡക്റ്റ്. അതെ, ഇത് നമ്മൾ ഇവിടുത്തെ തന്നെ ഒറിജിനൽ കാപ്പിപ്പൊടി. എന്തൊക്കെ വിത്തുകളാണ് മാഡം ഇതിനകത്തുള്ളത്? ബീൻസ് ആണ്, കുറ്റി ബീൻസ് ആണ്. പിന്നെ ഇത് പയറ്, സാധാ പയറല്ലേ. പിന്നെ ഇത് ഞങ്ങള് ചതുരപ്പയർ എന്ന് പറയും. പിന്നെ ഇത് ചോളം. പിന്നെ ഇത് ബീൻസ്, വള്ളിയായിട്ട് പോകുന്ന ബീൻസ്. ഇത്ര ഐറ്റംസ് ഇതിനകത്തുള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞു. ഇത് വിത്താണ് കൊണ്ടുപോയി പാകി പിടിപ്പിക്കാൻ പറ്റും. വള്ളിപ്പയർ അങ്ങനെ ഉണ്ടോ? വള്ളിപ്പയറില്ല, ഇതിനുണ്ടായിരുന്നു, കഴിഞ്ഞു. ചേച്ചിയുടെ പേരെങ്ങനെ? എന്റെ പേര് മിനി ആണ്. ഇതൊക്കെ എന്താണ് സാറേ? ഇത് സാറടുത്ത് കൈ വെച്ചോ, വയസ്സാകുമ്പം പിടിക്കാം. ശരി, 80 കൊല്ലം പിടിക്കും ഇനിയിപ്പം അത് പിടിച്ചു കിടക്കാനല്ലേ. എന്താണ് ഒറ്റത്തടിയിലൊക്കെ കൊത്തിയെടുത്താന്ന് തോന്നുന്നല്ലേ? ഇത് കാപ്പിയുടെ വേരാണല്ലേ? ഇതെന്താണ് കാണുന്നത്? വിലയൊക്കെ അതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. വേരുകളാണ്. പക്ഷെ അവർ ഡിസൈൻ ചെയ്ത് നന്നായിട്ട് ഒരു ആന്റിക് ഡിസൈനിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഉണ്ടാവും. ഉള്ളിലേക്ക് കയറി നോക്കിയാലോ നമുക്ക്? സൈസാൻ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. സാർ ഇതിങ്ങനെ കണ്ട് വണ്ടറടിച്ചിരിക്കുക കേട്ടോ. സാറിന് കുറച്ച് ഇതിനെക്കുറിച്ചൊക്കെ അറിവുകളുണ്ട്. കാപ്പിയുടെ വേരിനകത്ത് കൊത്തിയെടുത്താണെന്നൊക്കെ പറഞ്ഞു അല്ലേ? കൊള്ളാം ഇതല്ലേ? നമ്മൾ ലിവിംഗ് റൂമിലൊക്കെ വെക്കാൻ പറ്റിയ അല്ലേ? ഫ്ലവർ വേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഒന്നും ആവില്ല. എത്ര കാലം വേണമെങ്കിലും ഇങ്ങനെ ഇരുന്നു. ഫ്ലവർ വൈസ് അല്ലേ? ഫ്ലവർ സ്റ്റാൻഡാണ്. ഫ്ലവർ സ്റ്റാൻഡ്. ബേസ് എന്ന് പറയാൻ പറ്റില്ല. അതെ, സ്റ്റാൻഡ്, ഫ്ലവർ സ്റ്റാൻഡ്.
അപ്പോൾ വയനാടിൻ്റെ എവിടെ നിന്നാണ്? തൃശ്ശൂരാണ്. കുക്കിങ്ങിൽ ഇടും. ആ, ഇതെന്താണ്? മുള കൊണ്ടുണ്ടാക്കിയതാണ്. എങ്ങനെയാണ് ഇതെന്താണിത്? മുളേൻ്റെ എന്താണത്? എന്ത് ഉപയോഗം? പപ്പടക്കോലാണ് അല്ലേ? അടിപൊളി. തടിയിൽ ഉണ്ടാക്കി. ഇപ്പം നമ്മളൊക്കെ സ്റ്റീലിലൊക്കെ ഉള്ള പപ്പടക്കോലുകളാണ് വീടുകളിലുള്ളത്. അതുകൊണ്ട് നമ്മളെ നാച്ചുറലായിട്ടുള്ള മുളയിൽ നിന്ന് കട്ട് ചെയ്ത് ചെത്തിയെടുത്തേക്കുന്ന പപ്പടക്കോല്. പിന്നെ ഇതെന്താണ്? സ്പൂണുകൾ അല്ലേ? ഇതൊക്കെ തടിയിൽ കട്ട് ചെയ്തെടുത്ത സ്പൂണുകൾ, മുളയുടെ കുറ്റികൾ. ഇതെന്ത് വില വരുന്നത്? 60 രൂപ അല്ലേ? അത്യാവശ്യം ഒരാളെ കുത്താനും കൊള്ളാം, പപ്പടം കുത്തിയെടുക്കാനും കൊള്ളാം, കൈ കൊള്ളൂല. ഈ ക്ലോത്തൊക്കെ ഇവിടുത്തെ തന്നെയാണോ അതോ പുറത്തുനിന്ന് വരുന്നതാണോ സെയിലിന് വെച്ചേക്കുന്നത് അല്ലേ? ആണോ? വയനാട്ടിലുണ്ടാവുന്നതാണോ? അല്ലല്ലോ. ഓക്കെ. ഇവിടെ ഉണ്ടാക്കുന്നതാണോ? കൈത്തറിയാണോ അതോ കയ്യിലുണ്ടാക്കുന്നതാണോ? കയ്യിലുണ്ടാക്കുന്നത്. എങ്ങനെ ഈ ക്യാപ്പൊക്കെ വില വരുന്നത്? ക്യാപ്പിനൊക്കെ എന്ത് വില വില വരുന്നത്? 80 രൂപയൊക്കെയാണ്. അതൊക്കെ ഒന്ന് 100 രൂപ. ഒന്ന് ആ ബാഗിൻ്റെ ഒക്കെ ഒന്ന് വിലയെന്ന് പറയൂ. തൊപ്പി ഇതെന്താ വില ബാഗ് വരുന്നത്? 270. ഇത് 300 രൂപ. 50 രൂപ കുറച്ച് കൊടുക്കും അല്ലേ? വയനാടിൻ്റെ സ്വന്തം തേനാണോ? ചെറുതേനൊക്കെയാണോ? ആണോ? വൻ തേൻ, കാട്ടുതേനാണ്. ആ, എന്ത് വിലയാണ് വരുന്നത് ഇത് ബോട്ടിൽ? ഇരിക്കുന്ന 500 ഗ്രാം ആണോ? 240 രൂപ. ഈ വയനാടൻ കായയുടെ ചിപ്സ് ആണോ അത്? നേന്ത്രക്ക ചിപ്സ്, ഇവിടുത്തെ കപ്പയുടെ ചിപ്സ് ഇല്ലേ? തൊണ്ടിപ്പച്ചരി, ഗന്ധകശാല അരി. വയനാടിൻ്റെ അരിയാണ് ഗന്ധകശാല അരിയില്ലേ? ആ, ഇത് എത്ര? അര കിലോ എന്ത് വിലയാ? 80 രൂപ. പാൽത്തൊണ്ടി അരി, ചാമേരി, ഗന്ധകശാല അരി, നവരേരി, മുളക് വടുക്, കാട്ടുനാരങ്ങപ്പട്ട. നാരങ്ങപ്പട്ട എന്തിനുള്ളതാ? അച്ചാറിടുന്നത് അല്ലേ? ആ, ചുണ്ടങ്ങ കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് അല്ലേ? പിന്നെ വൻതേനുകളൊക്കെ ഉണ്ട്. ഇതെന്താണ്? ബാമാണ്. എന്താണത്? കൂവപ്പൊടി. ഫേസ് പാക്കുകളാണ് അല്ലേ? ആ, മഞ്ഞൾപ്പൊടി. സാധാരണ നമ്മൾ കടകളിൽ വാങ്ങുന്ന ഭയങ്കര മഞ്ഞ കളറായിരിക്കും. ഇത് ഓർഗാനിക് ഒറിജിനൽ മഞ്ഞളിന്റെ പൊടിയാണ് അല്ലേ? ഏലക്ക. ഈ ജാതിപത്രി എന്ത് വിലയാ? ആണോ? ഡിസൈൻസ്, ആന, മാന്, കലമാന്. ഇവിടെ വയനാട് വനത്തിലുള്ള മൃഗങ്ങളെയൊക്കെ തടിയിലുണ്ടാക്കി വെച്ചിട്ടുള്ള ചിരട്ടയുടെ, മുളയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും കാണാം. തടിയിലുണ്ടാക്കിയ ഹാങ്ങറുകൾ, ബാഗുകൾ, മുതുക് ചൊറിയുന്നത്, നമ്മളെ ചപ്പാത്തി പിടിക്കില്ലേ, ചപ്പാത്തി പരത്തുന്ന ഇത്, തവികൾ. സാറിന് ഇഷ്ടപ്പെട്ട കണ്ടോ? സാറ് തവിയിലും ചിരട്ടത്തവിയിലും പപ്പടക്കോലിലും ഒക്കെയാണ് സാറ് പിടിച്ചിരിക്കുന്നുണ്ടോ? നമ്മുടെ സാധനങ്ങളാണ്, നമ്മുടെ പണിയായത് ഇതാണല്ലേ? ഇത്രയും സാധനങ്ങൾ ഇവിടെ കണ്ടിട്ട് സാറ് വന്ന് എടുത്തു നോക്കിയത് ഇതിനകത്താണ് കണ്ടോ? ചിരട്ടത്തവിയൊക്കെ. ആ, അത് കൊള്ളാം. ഇത് ചപ്പാത്തി പരത്തുന്നല്ലേ? തെങ്ങിന്റെ ആയിരിക്കും. തെങ്ങോ നാരളയി വരുമല്ലോ സാറേ? നല്ല പോളിഷ് ചെയ്തിട്ടുണ്ട്. എന്നൂര് വില്ലേജിന്റെ കാഴ്ചകൾ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്.
VDVK ഭക്ഷ്യോൽപ്പന്നങ്ങൾ. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വയനാട് ഏങ്ക്ല ഫോട്ടോ പ്രൊഡക്ഷൻ. ഇരി കോഫി പൗഡർ. കണ്ട കോഫി എങ്ങനെയാണ് പൗഡർ ആകുന്നതെന്ന്. ഇതാണ് കോഫിയിലെ ഇത് അതിൻ്റെ തൊലി കളഞ്ഞത്. പിന്നീട് വരുന്ന തൊലി ഫൈൻ പൗഡർ. ഇത് നമ്മളെ ഈ മൂലക്കുരുവിനുള്ള 3 കൂട്ടുകളാണ്. ഒന്ന് പറഞ്ഞു. ഒരു ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് 2 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് അത് നന്നാക്കി 2 ഗ്ലാസ് ഡെയിലി കഴിക്കാം. രാവിലെ വെറും 2 ഗ്ലാസ് രാത്രി ഇന്നൊരു നുള്ളെടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് 3 നിന്നും എടുത്തിട്ടാണോ? സെപ്പറേറ്റ്. പിന്നെ 1.5 കുറവ് ശോധന അതിനു വേണ്ടി ഇത് വെള്ളം തിളപ്പിച്ചിട്ട് ഇരിക്കുകയാണ്. എന്ത് വില വരുന്നത്? 3 കൂടെ അല്ലേ? പൂറ്റിവിണ്ട് കീറലിനുള്ളത് ക്രീം. ഇത് ശരീരത്തിൽ നീരുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നീര് പറ്റുമെന്നുള്ളത്. മൂലക്കുരുവിനുള്ള 3 തരത്തിലുള്ള ഇതാണ്. ശോധനയ്ക്കുള്ളത്, മൂത്രത്തിൽ കല്ല് പോകാനുള്ളത്, ഹെഡ് ബ്ലോക്കിനുള്ളത്, സൗന്ദര്യപ്പൊടി, കൊളസ്ട്രോളിനുള്ളത്, ചുമ, അലർജി, കഫക്കെട്ട്, ഷുഗർ, ഡയബറ്റീസിനുള്ളത്, അൾസറിനുള്ളത്, വേദന തൈലം, മുടികൊഴിച്ചിൽ, താരൻ എന്നിവയ്ക്കുള്ളത്, മൈഗ്രെയിൻ്റെ എണ്ണ, വെരിക്കോസിനുള്ളത്, ദാഹശമനിക്കുള്ളത്, ആസ്മയ്ക്കുള്ളത്, കാട്ടുള്ളിത്തൈലം, ഗ്യാസ് ട്രബിളിനുള്ളത്, കൈകാൽ തരിപ്പ്, വാതക്കഷായം, എല്ലാത്തരം സർബത്തുകൾക്കും, കൽക്കണ്ടം, പൊടിവർഗ്ഗങ്ങൾ, ഇൻഡിഗോ പൗഡർ, മുൾട്ടാനി മിട്ടി, താലി പൗഡർ, ഹെന്ന പൗഡർ, കസ്തൂരി മഞ്ഞൾ, രാമച്ചം, അയമോദകം. പഴയ കാലത്തുള്ള ആദിവാസികളും അവരുടെ ആചാരങ്ങളും അവരുടെ കൃഷിരീതികളുമൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു എക്സിബിഷൻ ഹാളാണിത്. അപ്പോൾ പഴയ അവരുടെ കുടിലുകളും അവരുടെ പാത്രങ്ങളും അവരുടെ ജീവിത രീതികളും അവരുടെ മൂപ്പത്തിയൊക്കെ കാണിച്ചിട്ടുള്ള അവരുടെ വസ്ത്രധാരണമൊക്കെ കാണിച്ചിട്ടുള്ള ഫോട്ടോ പ്രദർശന ഒരു ഹാളാണിത്. നിങ്ങൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത പാർട്ടിൽ ഇവിടുത്തെ ഹട്ടുകളും അവിടുത്തെ ആ ഹട്ടുകൾ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതും അതിലേക്കുള്ള ആ കുടിലുകളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ നടന്നു വന്ന് ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാനായിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോയുടെ ലെങ്ത് കൂടിയതുകൊണ്ട് മാത്രം ഇവിടെ നിർത്തുകയാണ്. അപ്പം നെക്സ്റ്റ് എപ്പിസോഡിൽ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.